ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നേരെ കാറെടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലൊക്കേഷൻ കൂർഗാണ്. ഞങ്ങൾ മൈസൂർ കഴിഞ്ഞു. മൈസൂർ ഞങ്ങൾ വെക്കേറ്റൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ മൈസൂർ കഴിഞ്ഞു ഗായ്സ്, എല്ലാവരും റെഡിയായി ഞങ്ങൾ പോകുന്നു ഗൈസ്. ഗൈസ്, നമ്മൾ ഗോൾഡൻ ടെമ്പിൾ എത്തിയിരിക്കുന്നു. ഫ്രണ്ട് ഗേറ്റ് അല്ലേ നമ്മുടെ അടുത്ത്? എവിടെയാണ്? ഞാൻ മറന്നൂടാ. എനിക്കിത് വാങ്ങണം. നോക്കിയപ്പോൾ നല്ല ശരി. ഞാൻ വാങ്ങും. ഹായ്, സൈഡിൽ കൂടെ വരാട്ടോ. വരുന്നു ഓക്കെ തന്നെ. വിൽ ബി ബാക്ക്. 550 ഉള്ളൂ, കുഴപ്പമില്ല. ഗോൾഡൻ ടെമ്പിൾ എത്തി. നേരെ ഞങ്ങൾ ആ ഷോപ്പിങ്ങിന്റെ സ്ഥലത്തൊന്ന് സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ കയറാൻ പോവാണ്. അപ്പൊ തന്നെ നമുക്ക് കുറെ ബുദ്ധ സന്യാസിമാരൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഇനി ഞാനിവിടെ മുൻപ് വന്നിട്ടുള്ളതുകൊണ്ടാണ് എനിക്കിത് കുറെ ഓർമ്മകളുണ്ട്. എൻ്റെ കോളേജിലെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടിയാണ് കേട്ടോ വന്നത്. അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു ഈ കൂർഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ആ ഒരു ടെമ്പിളിന്റെ അടുത്തേക്ക് പോവാണ്. ഇന്ന് ഭയങ്കര ക്രൗഡാണ്. കാരണം അവിടുത്തെ കുട്ടികൾക്ക് എന്തോ പ്രെയറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ക്രൗഡായിരുന്നു. അധികം സ്ഥലങ്ങളൊന്നും നമുക്ക് ഉള്ളിലേക്ക് കയറി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം കൂടുതലും ആ കുട്ടികളുടെ ബുക്സും കാര്യങ്ങളും ടേബിളൊക്കെ വെച്ചേക്കായിരുന്നു. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ആ കുട്ടികൾ പ്രെയറിന് കയറണേക്കാളും മുമ്പ് ഇങ്ങനെ മണി അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കണ്ട ഒരുപാട് പുസ്തകങ്ങളും അവരുടെ മാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും അധികം കയറി മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളൊക്കെ വരുന്ന സമയത്ത്, ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ ഏറ്റവും മുന്നിൽ പോയി നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് അലൗഡ് അല്ല, ഫുള്ളി കവർ ചെയ്തേക്കാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പറ്റണ സ്ഥലത്തൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇതൊക്കെ കണ്ട് അത് കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്തു. കാരണം അവർക്ക് അവരുടെ പ്രയർ ടൈം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവരവിടെ ശല്യം ചെയ്യാൻ പോയില്ല. അങ്ങനെ അത് കണ്ട് എല്ലാ ടെമ്പിളും അവിടുത്തെ വിസിറ്റ് ചെയ്ത് അവിടുത്തെ സ്മെല്ലാണ് ഏറ്റവും അടിപൊളി. അപ്പോൾ ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി ഞങ്ങൾ അവിടുത്തെ തൊട്ടടുത്തുള്ള ഇങ്ങനത്തെ കടകളിൽ പോയി എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് ഒരു ചന്ദനത്തിരിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാൻ പോയി. ലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ മീൽസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും വയറൊക്കെ ആകെ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു മീൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ബാംബു ഫോറസ്റ്റിലാണ് പോയത് കേട്ടോ. ഇത് അടിപൊളി ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് കുറേ നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. അപ്പം ഞങ്ങൾ നേരെ അവിടേക്ക് ഇങ്ങനെ നടന്നു. ബോട്ടിങ്ങും അതുപോലെ തന്നെ വാക്കിങ്, അതുപോലെ തന്നെ ഒരു കുളിക്കാനുള്ള സ്ഥലം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇതുപോലെ തന്നെ കോളേജിൽ ഇങ്ങനെ ഒരു ഡേ ഫുൾ ഇവിടെ ആയിരുന്നു സ്പെൻഡ് ചെയ്തിട്ടായിരുന്നു. അതുമാത്രമല്ല നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ഇവിടുത്തെ എക്സ്പ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ ഷോപ്പിംഗ് ചെയ്യാനും കൂടെ അടിപൊളി ഒരു സ്ഥലമുണ്ട്. രാവിലെ മുഴുവൻ അവിടെ എൻജോയ് ചെയ്യുക, അത് കഴിഞ്ഞ് വൈകിട്ട് ഷോപ്പ് ചെയ്യുക. ഇവിടെ പ്ലാൻ ചെയ്യണവർ ഇങ്ങോട്ട് വന്നാൽ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ വ്യൂ ഭയങ്കര സൂപ്പറായിരുന്നു. പക്ഷെ ക്രൗഡായിരുന്നു. ഞങ്ങൾ വെക്കേഷൻ ടൈം മെയ് ആണല്ലോ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ഇങ്ങനെ നടന്ന് ഫുള്ള് ബാംബു ഫോറസ്റ്റ് കവർ ചെയ്തു. പിന്നെ അവിടെ ഇപ്പൊ കുറെ അധികം രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മെയിൻലി അവിടുത്തെ അവരുടെ ഡാൻസ്, അവിടുത്തെ ഡ്രസ്സിങ്, അവിടുത്തെ ഇങ്ങനത്തെ ആൾക്കാര് അവരെയൊക്കെ അവരവിടെ ശിലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രല്ല ഇപ്പൊ ഇവിടെ കുറെ ആക്ടിവിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ അവിടെ പക്ഷികളുടെ ഒരു പാർക്ക് അവര് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. അപ്പൊ ഇതായിരുന്നു ആ ലേക്ക് എന്ന് പറയണത് കേട്ടോ. അപ്പൊ ഈ ലേക്കിൽ പോയി നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. അവിടെ പ്രൈവറ്റ് ആയിട്ടും കുളിക്കാം, അല്ലാത്ത രീതിയിലും കുളിക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്ത് അവിടെ തന്നെ ഇരുന്നു. പക്ഷെ കുളിച്ചൊന്നുമില്ല. കാരണം ഞങ്ങൾ അതിനുള്ള ക്ലോത്ത്സ് ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇറങ്ങിയൊന്നുമില്ല. അവിടെ ഇങ്ങനെ കുറെ നേരം ഞങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളത്തിലൊക്കെ കാലിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞു. കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ പക്ഷെ ഞങ്ങൾ ഫുള്ള് ഇറങ്ങി കുളിച്ച് എൻജോയ് ചെയ്തിട്ടായിരുന്നു അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഇവിടെ വരുമ്പോൾ അപ്പം എനിക്ക് കോളേജും എൻ്റെ ഫ്രണ്ട്സും അവരൊക്കെയാണ് ഓർമ്മ. അന്നത്തെ ഒരു കുറേ വർഷം 2017 കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഗ്യാങ് കൂടി വന്നത് എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. ഇവിടുത്തെ വ്യൂ ആണ് ഏറ്റവും അടിപൊളി. നമ്മളിങ്ങനെ പിടിച്ചിരുത്തും. കിളികളുടെ സൗണ്ടും പുഴയുടെ ഒഴുക്കും എല്ലാം അടിപൊളിയാണ്. ഇങ്ങനെ നമ്മൾക്ക് എൻജോയ് ചെയ്ത് കുറേ നേരം, എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാം. പിന്നെ ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിനായിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ 200 റുപ്പീസ്, 150 റുപ്പീസ്, 50 റുപ്പീസ് അങ്ങനെയാണ്. ഭയങ്കര ചീപ്പ് റേറ്റിലാണ് ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്തത്. ഈ ഫുഡ് വെയേഴ്സ് ഒക്കെ 150 രൂപ, 200 രൂപ അങ്ങനെയാണ്. ഈ ഒരു ഐറ്റംസിന് പക്ഷേ അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നു. പക്ഷെ
പക്ഷെ നല്ല അടിപൊളി. ഈ ബെല്ലതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് അങ്ങനെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ, അതുമാത്രമല്ല നമുക്കവിടെ സ്പൈസസും എല്ലാം വാങ്ങാൻ കിട്ടും. ലാസ്റ്റ് ഞങ്ങൾ കണ്ടത് നമ്മുടെ സെന്റ് സെബാസ്റ്റ്യൻ അല്ല, സെന്റ് ആന്റണീസിന്റെ ഒരു പെരുന്നാളും കൂടി കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. സെന്റ് ആന്റണീസ് പുണ്യാളന്റെ ഒരു പെരുന്നാളും കൂടെ കണ്ട് എൻജോയ് ചെയ്താണ് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു. ഇതോടുകൂടി നമ്മുടെ കൂർഗ് വ്ളോഗ് അവസാനിക്കട്ടെ. നെക്സ്റ്റ് ഒരു ഡേ ഞങ്ങൾ റിട്ടേൺ വരുന്ന ഡേ ആയിരുന്നു. അത് നമ്മൾ അധികം ഷൂട്ട് ചെയ്തില്ല, ചില കാര്യങ്ങൾ കാരണം ഞങ്ങൾക്കത് ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത്രയാണ് ഞങ്ങളുടെ കൂർഗ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇന്ന് കൂർഗിലത്തെ ഒരു ഡേ അവസാനിച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ഫുഡ് ഞങ്ങൾ നോർമൽ ചപ്പാത്തി ചിക്കനും ഇതൊക്കെ ഓർഡർ ചെയ്തിരുന്നത്. നോർമലായിട്ടുള്ള ഫുഡാണ് കേട്ടോ ഓർഡർ ചെയ്യണേ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാൻ പൈസ. വീട്ടിലെത്തിയിട്ട് അതിനുള്ള ഉഷാറുണ്ടാവുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഇവിടെ തന്നെ സൈൻ ഓഫ് ചെയ്യും. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.